പാത്രിയർക്കീസ് വിചാരിച്ചാൽ മാത്രമേ മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാവൂ എന്നുള്ള ഉറപ്പാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് എന്നാണ് അച്ഛൻ ചോദിച്ചത്. മറ്റൊന്നുമല്ല, മലങ്കര സഭയുടെ ഭരണഘടനയിലെ 1-ാമത്തെ ക്ലോസിൽ പറയുന്നത് മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസും ആകുന്നു എന്നാണ്. 2-ാമത്തെ ക്ലോസിൽ ഉടൻ തന്നെ പറയുന്നുണ്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽപ്പെട്ടതാണ്. അതിൻ്റെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കായുമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നതിൻ്റെ പാരമ്പര്യത്തിന് 2 മേലധികാരികളുണ്ട്. 1-ാമത്തേത് അന്ത്യോക്യ പാത്രിക്കീസ്. അദ്ദേഹം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാശ്ചാത്യ മേഖലയുടെ പ്രധാന മേലധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ പ്രധാന മേലധ്യക്ഷനുമാണ്. മലങ്കരയിലെ കാതോലിക്ക പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷനാണ്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്ന പൊതുവായ ആ സഭയുടെ ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാന മേലധ്യക്ഷൻ എന്നുള്ള രീതിയിൽ പാത്രിയർക്കീസിന് മലങ്കര സഭയും അന്ത്യോക്യയിലെ ഓർത്തഡോക്സ് സുറിയാനി സഭയും ഉൾപ്പെടുന്നതായ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സമാധാനം നിലനിർത്തുന്നതിന് അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചരിത്രപരമായും ഭരണഘടനാപരമായും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുമായിട്ടും ബന്ധമുണ്ട്. അധികാരപരമായുള്ള ബന്ധമല്ല, വിശ്വാസപരമായ ബന്ധമാണ്. ആ വിശ്വാസപരമായ ബന്ധത്തിൽ ഉള്ള, അല്ലെങ്കിൽ ആ ഒരു കുടുംബ ബന്ധം എന്ന് നമുക്ക് പറയാം. അഥവാ ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠനും അനിയനും എന്നുള്ളതായ രീതിയിലുള്ള ബന്ധം നമ്മളതിനെ പറഞ്ഞാലും അതിൽ തകരാറില്ല. പക്ഷേ അതിനുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന സാധ്യത അദ്ദേഹത്തിലെ ഞാൻ കാണുന്നു. കാരണം ഈ മലങ്കര സഭയിൽ ഇന്ന് ഏതാനും കുറേ ആളുകൾ കാതോലിക്കായെ അംഗീകരിക്കാതെ, മലങ്കര പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കായെ നിയമപരമായി അംഗീകരിക്കാതെ ഇന്നും മാറി നിന്നുകൊണ്ട് അന്ത്യോക്യ പാത്രിക്കീസിനോട് വിധേയത്വമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ സാഹചര്യത്തിൽ ഇതിനൊരു സമാധാനം ഉണ്ടാകണമെങ്കിൽ അന്ത്യോക്യ പാത്രിക്കീസ് വിചാരിക്കണമെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ സംശയം, ഈ ചരിത്രപരമായി അന്ത്യോക്യൻ പാത്രിക്കീസുമാർ മലങ്കര സഭയിൽ ഇടപെട്ട് ഇരുന്നത് കൊണ്ടാണോ, അങ്ങനെ അവരുടെ ഒരു അധീശത്വം ഇവിടെ നിലനിന്നതുകൊണ്ടാണോ, അതോ അധീശത്വം നിലനിന്നിരുന്നത് കൊണ്ടല്ല, അവരുമായുള്ള ബന്ധം മലങ്കര സഭയ്ക്ക് ഇന്ന് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഈ അന്ത്യോക്യ പാത്രിയാർക്കീസന്മാർ സ്ഥിരമായിട്ട് ഈ ആധുനിക ഘട്ടത്ത് പറയുന്നുണ്ട് ഇതൊരു മലങ്കരയിലെ വിഷയമാണ്. അങ്ങനെ കൃത്യമായി അവർക്ക് അങ്ങനെ തോന്നും. അതായത് നിങ്ങൾ അവിടെ സോർട്ട് ചെയ്തു, ഐ വിൽ എഗ്രി ഫോർ എവരിതിങ്. അപ്പം ഞാൻ അതിന് പറഞ്ഞു ഇത് മലങ്കരയുടെ വിഷയമല്ല. വിഷയം മലങ്കരയാണെങ്കിലും തർക്ക വിഷയം അന്ത്യോക്യ പാത്രിയീസാണ്. അതാണ്. അപ്പോൾ ഒന്നിയിൽ അന്ത്യോക്യ പാത്രിയീസ് പറയണം എനിക്ക് 2 സർവ്വ അധികാരങ്ങളും വേണം. അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാതെ തരാൻ സൗകര്യമില്ല. ഒരു ക്ലാരിറ്റിയായി. അല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരോട് വേണം. വേണ്ട, എനിക്ക് മലങ്കര സഭയുടെ ഒരു അവകാശവും വേണ്ട. ഒരു മൂപ്പുമുറയൊക്കെ അനുസരിച്ചുള്ള നമ്മൾ ഒന്നിച്ചു വരുന്നുണ്ട്. എനിക്കൊരു നമുക്കതുണ്ടല്ലോ, നമുക്കൊരു ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഹയറാർക്കി ഉണ്ട്. ആ ഹയറാർക്കിയിൽ നമ്മളങ്ങ് നിലനിന്നാൽ മതി.
അപ്പൊ അത് പറയാനുള്ള ആർജവത്വം അദ്ദേഹം കാണിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ തീർക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹമല്ലേ ഒരു ഗൈഡ് ലൈൻ കൊടുക്കേണ്ടി. അത് അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളൊരു മനോദുഃഖം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കോടതി വിധികൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലരും പറയും ഞങ്ങൾക്ക് അന്ത്യോക്യ പാത്രീസിന്റെ കീഴിൽ നിൽക്കാൻ അവകാശമുണ്ട്. ആ അവകാശമാണല്ലോ സുവിശേഷ സമാജത്തിനും സിംഹാസന പള്ളികൾക്കും കൊടുത്തിരിക്കുന്നത്. 95 വിധിയിൽ തന്നെ പറയുന്നുണ്ട്, 95 വിധിയിൽ പറയുന്നുണ്ട് സിംഹാസന പള്ളികൾ ആ ജനക്കൂട്ടത്തിന്റെ ആഗ്രഹം അവർക്ക് അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിൽക്കണം. നിന്നു 1958 മുതൽ ഇങ്ങോട്ട് ഈ യോജിപ്പ് വരുമ്പം ഈ വിഷയങ്ങളൊന്നും വന്നില്ല എന്ന് കരുതുന്നുണ്ട്, അല്ലെങ്കിൽ തിരുമേണ്ടി ഒരു അവലോകനം? അല്ല, എൻ്റെ അറിവില് 58 മുതൽ 64 വരെ ഒരു ടെൻസ്ഡ് കാലഘട്ടമായിരുന്നു ഈ യോജിപ്പിന്റെ ഒരു. പക്ഷെ 64 അത് സോർട്ട് ഔട്ട് ആയി എന്നുള്ള ഒരു ബോധ്യമാണ് ഞാൻ. കാരണം 64 അന്ത്യോക്യ പാത്രീസ് ഇവിടെ വന്ന് പുതിയ കാതോലിക്കായെ വാഴിച്ചു. അപ്പൊ അതോടുകൂടി ഇതിനെല്ലാം ഒരു വ്യക്തത വന്നു. അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പൊ ഇവര് പറയുന്ന തർക്കങ്ങളൊന്നും തന്നെ ഈ 1964 ശേഷം അപ്രസക്തം. അതിപ്പോ അന്ത്യോക്യ പാത്രീസിനെ അംഗീകരിച്ചോ, പട്ടം വേണോ പട്ടം വേണ്ടായാണോ പട്ടം പറപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടെ 64 ഇവർക്ക് എന്ത് ക്ലെയിമാ ഉള്ളത്? 64 ശേഷം അന്ത്യോക്യ പാത്രീസ് എന്ത് ക്ലെയിമാണ് ഇവിടെ അദ്ദേഹത്തിനുള്ളത്? അതൊരു അടിസ്ഥാന ചോദ്യം. 64 ശേഷം, അതിന് മുമ്പുള്ള തർക്കങ്ങൾ ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നമ്മുടെ ഇതിൽ തന്നെ പറയും, ഇത് നൂറ്റാണ്ട് പഴക്കമുള്ള തർക്കമായിട്ട് ഇതിനെ കാണരുത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വൊക്കാബുലറി നമ്മൾ തന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മളെപ്പോഴും അത് വീണ്ടും കാരണം നൂറ്റാണ്ട് പഴക്കമുള്ള തർക്കം അത് 58 64 കൂടി തീർന്നു. ഈവൻ ഞാൻ പറയും ഞങ്ങളൊക്കെ ഇൻവോൾവ് അല്ല 74 തുടങ്ങിയ തർക്കം പോലും അല്ലത്. ഇത് 2002 തുടങ്ങിയ ഒരു പുതിയ സഭയുമായിട്ട് തുടങ്ങിയ തർക്കമാണ്. കാര്യം അതാണ് 95 വിധിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 74 വരെയുള്ള സഭ അന്ന് തൊട്ട് സഭ വിഭജിതമാണ്. കോടതി അംഗീകരിച്ചു. ഇതൊരു ഡിവൈഡഡ് ചർച്ചാണ്. രണ്ടു കൂട്ടർക്കും തുല്യ അവകാശത്തോടു കൂടി ഒന്നിച്ചു ചേരുകയാണ്. ആ തുല്യ അവകാശത്തിന്റെ പ്രിവിലേജ് മുഴുവൻ ഇവരെടുത്തു. അപ്പൊ അതെടുത്തതിന് ശേഷം 2002 പുതിയ സഭയുണ്ടായി. അപ്പൊ ഈ ഒരു തർക്കം നൂറ്റാണ്ടുകൾ ഇല്ല. ഇതിന് ഏറ്റവും കൂടുതൽ പറയാവുന്ന 18 കൊല്ലത്തെ തർക്കമാണ്. ആ 18 കൊല്ലത്തിനപ്പുറം ഇതൊരു തർക്കമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിനു മുമ്പുള്ള ഒരു തർക്കവും ഇതിനകത്ത് ഇല്ല എന്ന് ഞാൻ പറയും. അപ്പൊ ഈ 2002 മുമ്പും അല്ലെങ്കിൽ ഈ ഒരു 74 ശേഷം ഇതിനിടയ്ക്കുള്ളൊരു കാലഘട്ടത്തിൽ എങ്ങനെയോ രൂഢമൂലമായിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഈ ജനത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ്. ഈ അന്ത്യോക്യൻ പാത്രിക്കീസിനെ മാറ്റി നിർത്തിയ ഒരു മലങ്കര സഭയെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല ഈ സാധാരണ ജനങ്ങളുടെ ഇടയിൽ. അതാണ് വടക്കൻ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയൊരു വിഷയം. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അത് നമ്മളെയും വിശ്വസിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മളും ഇതിനോട് ചേർത്ത് പറയാൻ തുടങ്ങി. അന്ത്യോക്യ പാത്രീസിനെ കൂട്ടിപ്പിടിച്ചോണ്ടുള്ള ഒരു യോജിപ്പ് നമ്മളും ഇല്ല. ഈ പോളറൈസേഷനാണ് ഈ സംഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിയിൽ നമ്മളും വിക്ടിംസ് ആയി, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത്. ഇവിടെ സംഭവിക്കേണ്ടത് 95 ഇതിനൊക്കെ ഒരു വ്യക്തത കിട്ടിയതാണ്. ഈ 2002 തൊട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അന്ത്യോക്യ പാത്രീസിന് 58 74 ഇടയ്ക്കുള്ള പുതിയ അവകാശങ്ങൾ എന്താണ് വേണ്ടിയത്, അതിനൊരു വ്യക്തത അവർ തരുന്നുണ്ടോ? ഇല്ല. ഈ 95 വിധിയിൽ കിട്ടാത്തത് എന്തെങ്കിലും അദ്ദേഹത്തിന് വേണോ? അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. പിന്നെ 2002 അവരുണ്ടാക്കിയ ഒരു ഭരണഘടനയും കോടതി തള്ളിക്കളഞ്ഞ ഭരണഘടനയും വെച്ചുള്ളത് ലോകത്ത് ഒരു സഭയ്ക്കും അവർക്ക് പോലും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം. അതിൽ അവര് ഈ അന്ത്യോക്യൻ പാത്രിക്കീസിനുള്ള സ്ഥാനത്തെ പറ്റി വല്ല ബുദ്ധിമുട്ട്? അല്ല, അതിന്റെ എല്ലാം വാക്കിന്റെ അടിസ്ഥാനം അന്ത്യോക്യ പാത്രീസിന് എന്നാ വേണേലും മാറ്റാവുന്നല്ലേ? അല്ല, അതിന്റെ ഒരു പരിണിത ഫലമാണ് അവരുടെ ശ്രേഷ്ഠ കാതോലിക്കാവ് അതിനുശേഷം പറഞ്ഞ എഴുതില്ല അന്ത്യോക്യ പാത്രീസ് എന്ന് പറഞ്ഞ ഒരു ഇരുമ്പ് മുഖമാണ്. കാരണം അത് ഈ പാത്രീസ് ബാബ പറഞ്ഞു എനിക്ക് തന്ന അവകാശം ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ്.